ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയുടെ വൈദഗ്ധ്യം കണ്ട് അമേരിക്ക പോലും ഞെട്ടിയിരുന്നു. പാകിസ്ഥാനാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുപോലും അറിയാതെ പകച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. പാകിസ്ഥാന്റെ 13 എയർ ബേസുകളാണ് ഇന്ത്യ അടിച്ചു തകർത്തത്. പാശ്ചാത്യ മാധ്യമങ്ങൾ എഴുതിയത് ഇന്ത്യയുടെ ബുദ്ധി ഉപയോഗിച്ചാണ് ഇത്രയും ചെയ്തത് എന്നുള്ളതാണ്. ഇപ്പോഴിതാ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അടുത്ത ഘട്ടത്തിലേക്കുള്ള ചുവടുവയ്പ് ഇന്ത്യ നടത്തിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. പൈലറ്റുമാരെ അപകടപ്പെടുത്താതെ ശത്രു വ്യോമ പ്രതിരോധത്തെ നിർവീര്യമാക്കുന്നതിനാണ് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യ പ്ലാൻ ചെയ്യുന്നത് അടുത്ത യുദ്ധത്തിൽ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഓപ്പറേഷന് ശേഷമുള്ള വിലയിരുത്തലുകൾ ആധുനിക വ്യോമ യുദ്ധത്തിന്റെ നിർണായക യാഥാർത്ഥ്യത്തെയാണ് ശക്തിപ്പെടുത്തുന്നത്. പാകിസ്ഥാൻ കരയിലുള്ള വ്യോമ പ്രതിരോധത്തിനെതിരെ ഇന്ത്യൻ സേന വിജയകരമായി കൃത്യമായി ആക്രമണം നടത്തിയപ്പോൾ മൊബൈൽ റഡാറുകളാൽ സംരക്ഷിക്കപ്പെട്ട പാളികളുള്ള ഉപരിതല വായു മിസൈൽ നെറ്റ്വർക്കുകൾ തുളച്ചു കയറുന്നത് മനുഷ്യ വിമാനങ്ങൾക്ക് ഉയർന്ന അപകട സാധ്യതയുള്ള ദൗത്യമായി തുടരുന്നു. നൂതന ഇലക്ട്രോണിക് യുദ്ധവും സ്റ്റാൻഡ് ഓഫ് ആയുധങ്ങളും ഉണ്ടായിരുന്നിട്ടും അത്തരം പരിതസ്ഥിതികളിൽ യുദ്ധവിമാനങ്ങൾക്കുള്ള എക്സ്പോഷർ വിൻഡോ ഒരു പ്രധാന പ്രവർത്തന വെല്ലുവിളി ഉയർത്തുന്നത് തുടരുന്നു എന്നുള്ളതാണ്. ഇതിനുള്ള മറുപടിയായി ആന്തരിക ട്രൈ സർവീസ് ചർച്ചകൾ ഒരു പരിവർത്തന പരിഹാരത്തെക്കുറിച്ച് കൂടുതൽ പറയുന്നു. AI നിയന്ത്രിത ഓട്ടോണോമസ് സപ്രഷൻ ഓഫ് എനിമി എയർ ഡിഫൻസ് SCAD കൂട്ടങ്ങളാണ് ഇപ്പോൾ വികസിപ്പിച്ചിരിക്കുന്നത്. ഉയർന്ന അപകട സാധ്യതയുള്ള മനുഷ്യൻ പോകേണ്ട നുഴഞ്ഞുകയറ്റ ദൗത്യത്തിന് പകരം കുറഞ്ഞ ചെലവിൽ കുറഞ്ഞ മനുഷ്യ ഇടപെടലോടെ കൂട്ടായി പ്രവർത്തിക്കുന്ന ആളില്ലാ പ്ലാറ്റ്ഫോമുകളുടെ ഏകോപിത തരംഗങ്ങൾ ഉപയോഗിച്ച് വ്യോമ പ്രതിരോധ ശൃംഖലകളെ എങ്ങനെ നിർവീര്യമാക്കുന്നു എന്നതിലെ ഒരു മാതൃകാപരമായിട്ടുള്ള മാറ്റത്തെയാണ് ഇന്ത്യ പ്രതിനിധീകരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇനി വ്യോമ പ്രതിരോധ സംവിധാനം തകർക്കാൻ പോകാൻ ഇന്ത്യക്ക് ഒരു സീഡ് കൂട്ടങ്ങളുണ്ട്, SCAD കൂട്ടങ്ങളുണ്ട്. ഈ കൂട്ടങ്ങൾ മനുഷ്യന്റെ സാധ്യമില്ലാതെ അല്ലെങ്കിൽ മനുഷ്യന്റെ സാധ്യത വളരെയധികം പരിമിതിപ്പെടുത്തിക്കൊണ്ട് പാകിസ്ഥാനിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം തന്നെ നിർവീര്യമാക്കുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക്.